ജനശബ്ദം ഇന്ന് എത്തിയിരിക്കുന്നത് നാട്ടിക നിയോജക മണ്ഡലത്തിലാണ്. നമസ്കാരമുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? പ്രഭാത ചർച്ചയാണ്. അപ്പൊ രാഷ്ട്രീയ ചർച്ച, രാഷ്ട്രീയത്തിന് ചൂട് പിടിക്കുകയാണ്. നാട്ടികയെ സംബന്ധിച്ച് നമുക്കറിയാം, നല്ല ചൂട് പിടിക്കുന്ന രാഷ്ട്രീയമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? വോട്ടില്ലാത്ത ആളാണ്. അപ്പൊ വോട്ടുള്ള ആളോട് ചോദിക്കാം, എങ്ങനെയാണ് ഇവിടെ? നല്ല വിശേഷം. എല്ലാ പ്രവർത്തകരും നന്നായി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. പൊതുപ്രവർത്തകരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ കുറി നാട്ടിക നിയോജക മണ്ഡലം ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. നിലവിലുള്ള MLA BJP-യിലേക്ക് മാറുന്നു, ഗീതാഗോപി മത്സരരംഗത്തേക്ക് വരുന്നു, സുനിൽ ലാലൂര് UDF-നെ പ്രതിനിധീകരിക്കുന്നു. എങ്ങനെയാണ് ഈ ഇതൊക്കെ നിങ്ങൾ വിലയിരുത്തുന്നത്? അങ്ങനെ ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ മുകുന്ദൻ്റെ ഈ മാറ്റം പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ അടിയൊഴുക്കുകൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ UDF-നെ കാത്തിരുന്നു മുകുന്ദൻ. CPM-ൽ പലർക്കും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാലത്തും അതിൻ്റെതായ സ്വഭാവം കാണിക്കും. അപ്പോൾ ഈ പ്രാവശ്യം BJP-യിൽ മുകുന്ദൻ നിൽക്കണം. ആരെവിടെ നിന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാട്ടികയിൽ അങ്ങനെ ഒരു നാടകത്തിന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളെ, ഇവിടുത്തെ വോട്ടർമാർ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു. നാട്ടികയിൽ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നല്ലൊരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും. കാരണം രണ്ടുപേരും ശക്തരാണ്. മൂന്നാളും ശക്തരാണ്. പക്ഷേ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റം അവിടെ കാണിക്കും. ഒരു ശക്തമായ മത്സരത്തിനാണ് സാധ്യത അല്ലേ? തീർച്ചയായിട്ടും മൂന്നുപേരും തുല്യ ശക്തികളായിട്ടാണ് ഇപ്പൊ ഏറ്റവും പ്രധാനം. ഇപ്പൊ കാരണം ഇന്നലെ നിന്ന് കുറ്റം പറഞ്ഞവരും ഇവിടെ പ്രധാനമായിട്ട് നിന്നാളെ തൊട്ടടുത്തേക്ക് പോയി, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറൊരു പാർട്ടിക്ക് പോയി. അപ്പൊ ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത്? എങ്ങനെ വിലയിരുത്തുന്നു? ഇപ്രാവശ്യം ഇവിടെ ഈ മാറ്റങ്ങളും അതുള്ളതുകൊണ്ട് UDF അധികാരത്തിൽ വരും. ഈ സുനിൽ ലാലൂര് കഴിഞ്ഞ ടൈമിൽ നിന്ന ആളാണ്. അപ്പൊ അതൊരു അനുകൂല തരംഗത്തിലേക്ക് സുപരിചിതത്വം അങ്ങനെ ആണ് ഉദ്ദേശിക്കുന്നത്. സുനിൽ ലാലൂര് കഴിഞ്ഞ വർഷം തോറ്റെങ്കിലും കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നാട്ടിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൾ ജയിക്കും, സാധ്യതയുണ്ട്. എങ്ങനെ നോക്കി കാണുന്നു? വിജയം ഇത് ആർക്കാണെന്ന് പറയാൻ പറ്റില്ല ഈ പ്രാവശ്യം. കാരണം 3 പേരും ടൈറ്റ് കോമ്പിനേഷൻ. പിന്നെ മൂന്നനാണെങ്കിൽ ഇപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് വോട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അല്ലെങ്കിൽ നമുക്ക് BJP-യുടെ കാര്യം കിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു BJP-ക്ക് എനിക്ക് തോന്നുന്നു നാട്ടിക നിയോജക മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഒരു ഘടകത്തിലേക്ക് എത്താനായിട്ട് വോട്ടിംഗ് ശതമാനം കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആണെങ്കിലും ബാർല ഗ്രാമപഞ്ചായത്ത് ആണെങ്കിലൊക്കെ ഈ വോട്ടിങ്ങിന്റെ ഓരോ ഘട്ടത്തിലും കൂട്ടുന്നുണ്ട്. വോട്ടിംഗ് ശതമാനം ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കി ഓർത്തണം. ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന രീതിയിൽ ശരിക്കും 100% ശരി തന്നെയാണ്. കാരണം ഇവിടെ പലരും, അതായത് വ്യക്തികളെയും കൂടി നോക്കിയിട്ട്, പാർട്ടിയേക്കാൾ അതീതമായി വ്യക്തികളെയും കൂടി നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഗീതാഗോപിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്, അതുപോലെ ഈ സുനിലിന് മറ്റു ഇതുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അതീതമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ പ്രവചനാതീതമാണ് കാര്യങ്ങൾ. ഒരു പ്രവചനാതീതവും ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇടതുപക്ഷ സർക്കാരുകൾ ഈ നാടിന് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തികളും ജനം വിലയിരുത്തുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിക മണ്ഡലത്തിലുള്ള ഓരോ വീടുകളിലും ഈ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ സൗകര്യങ്ങളോ കിട്ടാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. 68 ലക്ഷം പേർക്ക് കൊടുക്കുന്ന പെൻഷൻ 90% വീടുകളിലും കിട്ടിക്കൊണ്ടിരിക്കുക. ഈ മാസം 4000 രൂപ മുതൽ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഈ ഗവൺമെന്റ്. അതുപോലെ തന്നെ 35 വയസ്സ് കഴിഞ്ഞ എല്ലാ കുടുംബിനികൾക്കും ഇവിടെ 1000 രൂപ വീതം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗവൺമെന്റിന്റെ എല്ലാവിധ സൗകര്യങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊടുക്കുന്ന ഈ ഗവൺമെന്റിനെ ജനം തോളിലേറ്റുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടോ? ശക്തമായ ത്രികോണ മത്സരം ഉണ്ട് എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച് 100% ഇവിടെ ഗീതാഗോപി 30,000-ൽ പരം വോട്ടിന് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് നടക്കുന്ന വ്യക്തികളാണ്. ഇടതുപക്ഷത്തിന് അത്രയധികം കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്. ഇത്രയധികം ജനസേവനം ചെയ്ത മുകുന്ദൻ പിന്നെ എന്തിനാണ് പാർട്ടി മാറാൻ ശ്രമിക്കണേ? അതൊരു ചോദ്യമാണ് കേട്ടോ, അത് വലിയൊരു ചോദ്യമാണ്. ഈ ഒരാഴ്ച മുൻപ് ഈ മുകുന്ദൻ LDF-ന്റെ ജാഥയിൽ മുകുന്ദൻ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് മുഴുവൻ പഞ്ചായത്തുകളിൽ നടന്നു പറഞ്ഞൊരു വ്യക്തിയാണ്. അയാൾക്ക് സീറ്റ് മോഹത്തിന്റെ ആർത്തിവുണ്ട്. അപ്പൊ പാർട്ടി തള്ളുന്നുണ്ട്. അപ്പൊ ഈ ഗീതാഗോപി എത്ര വട്ടം മത്സരിച്ചിട്ടുണ്ട് ഇത്ര ഇതില്ലെങ്കിൽ? ഗീതാഗോപി പാർട്ടി തീരുമാനിക്കുന്നതാണ്. ജില്ലാ കൗൺസിൽ അംഗമായ
ഗീതാ ഗോപിയെ ജില്ലാ കൗൺസിലാണ് തീരുമാനിക്കുന്നത്, സംസ്ഥാന കമ്മിറ്റിയുടെ പാർട്ടിയുടെ നേതൃത്വമാണ്, പാർട്ടി തീരുമാനിക്കുന്നതാണ്. മുകുന്ദൻ പോയതിന്റെ പേര് ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു വോട്ട് പോലും കുറയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആളെ. മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല വ്യക്തിയാണ്. അപ്പൊ ആ രീതിയിൽ ഒരു ആൾക്ക് ആയിട്ടുള്ള ഒരു ചെറിയ വോട്ട് ആൾക്ക് തന്നെ ഒരു വോട്ട് ഇതുണ്ടോ, അത്യാവശ്യമുണ്ടോ, മേഖലയുണ്ടോ? അത് ഒരു കുറെ ശതമാനം വോട്ടുകൾ അങ്ങോട്ട് മറിയില്ലേ? ഉണ്ട്. സാധാരണക്കാരായ ഈ രാഷ്ട്രീയ ഇല്ലാത്ത കുറെ ആൾക്കാർ ചിന്തിക്കുന്ന ആള് വളരെ നല്ലൊരു വ്യക്തിയാണ്. അത് വെറുതെ പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ CC മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഈ BJP-യിലേക്ക് പോയപ്പോൾ കൂടെ ഒരാൾ പോലും പോയിട്ടില്ല. ഒരാൾ പോലും അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടു നടക്കാൻ CPI-യുടെയോ CPM-ന്റെയോ പാർട്ടി മെമ്പർഷിപ്പിലുള്ള ഒരാളെങ്കിലും കൊണ്ടു നടക്കാൻ ആൾക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവാം. ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ കുറെ ആൾക്കാർ മാറിയിട്ടുണ്ട്. സാധാരണക്കാർ മനസ്സേ മാറിയിട്ടുള്ളൂ. ഇദ്ദേഹം പറയുന്ന ഒരാളും കൂടെ പോയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? നിങ്ങൾ ഇപ്പൊ മീഡിയ നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന്റെ റോഡ് ഷോകളിലും ജാഥകളിലും ഒക്കെ പോകുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഒരാൾ പോലും അവരുടെ കൂടെ ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചറിയാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന കാവിക്കൂടാരത്തിൽ നിന്നുള്ള മുദ്രാവാക്യം വിളികളിൽ അദ്ദേഹം അസ്വസ്ഥനാണ്. അദ്ദേഹം എന്താ പറയാ, സന്തുഷ്ടനല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മാധ്യമങ്ങളോടക്കം പറഞ്ഞത്, ഞാൻ വരാൻ വൈകി പാവപ്പെട്ട ഒരു പാർട്ടിയെ ഇതുപോലെ കണ്ടിട്ടില്ല, അതുപോലെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന പാർട്ടി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇദ്ദേഹം സംസാരം എന്താ വെച്ചാൽ, അതായത് പാർട്ടി ഇല്ലാത്ത ജനങ്ങൾക്ക് ഒരു അനുഭാവം മുകുന്ദനോട് ഉണ്ട്. അത് അനുകൂലമാകും. ഞാൻ പറഞ്ഞത് CC മുകുന്ദൻ എന്ന് പറയുന്ന MLA വ്യക്തിപരമായ ആരാണോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇവിടെ നമ്മൾ ഉയർത്തി കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിരുന്നു CC മുകുന്ദൻ, അതിൽ സംശയമില്ല. ഒരു സീറ്റ് നിഷേധം എന്ന് പറയുന്നത് അതാത് പാർട്ടികൾ, ഇപ്പോൾ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന, അതിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് ആര് മത്സരിക്കണം എന്നുള്ളത്. CC മുകുന്ദൻ ഈ പറയുന്ന കഴിഞ്ഞ ടൈമിൽ മത്സരിക്കാൻ വന്നതും പാർട്ടി തീരുമാനം അനുസരിച്ചാണ്. നിർണായകമാണ്. നാട്ടിക നോക്കുന്നത് നല്ല മാറി മാറി വന്ന എല്ലാ മുന്നണികളും സാധാരണക്കാരെ ചൂഷണം ചെയ്താണ്. അവർ ചെയ്ത കാര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ച് കാണിക്കാൻ, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. പക്ഷെ നമുക്ക് വേണ്ടത് അങ്ങനെയല്ല. എല്ലാവരിലേക്കും സമ്പൂർണമായിട്ട് ഈ അധികാരത്തിന്റെ ആ ഒരു എന്താ പറയുക, സ്വച്ഛ സ്പന്ദനം വന്നു കയറണം. അതുണ്ടായിട്ടില്ല. അതായത് എല്ലാ കാലത്തും സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ലോക ബാങ്കിന്റെ കോടികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭാരം കൂടുന്നു എന്നല്ലാണ്ട് ആര് ഭരിച്ചാലും നമുക്ക് പ്രയോജനം. നാട്ടിലത്തെ കാര്യം എന്നോട് ചോദിക്കണ്ട. ഞാൻ ഉത്തരം പറയില്ല. അവിടെ ഈ ചായക്കടയുടെ ആളെവിടെ പോയി അങ്ങോട്ട് വന്നേ. ചായക്കടയുടെ ആൾ അവിടെ പോയിരുന്നിട്ട് പുറകെ പോയിരിക്കണേ. സംസാരിച്ച് എന്തൊക്കെയുള്ള ഐറ്റംസ് ഇവിടെ സ്പെഷ്യല്? ഇവിടെ പൂരി മസാല, ഇഡ്ലി വട, പുട്ട്, കടല. രസമല്ല ഇങ്ങനെ രാവിലെ തന്നെ ഇവരെല്ലാരും വന്നിരുന്ന് ഒരു ചായയും കഴിച്ച്, അതൊരു സൗഹൃദമാണ്. ചെമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ സ്പന്ദനം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഹോട്ടലാണ്. എല്ലാ പാർട്ടികളിലുള്ള ആളുകൾ ഇവിടെ വരും. ഞങ്ങൾ ഇവിടുത്തെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റി സംസാരിക്കും. സൗഹാർദ്ദപരമായിട്ടുള്ള എല്ലാവിധ നമ്മൾ രൂക്ഷമായ രീതിയിൽ ഇതൊക്കെ ഒരു നാട്ടിൻപ്രദേശത്തെ ഒരു വിശേഷമാണ്. നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ സൗഹൃദങ്ങളും സംവിധാനങ്ങളും ഒക്കെ വളരെ ഇഴയെടുപ്പത്തോടു കൂടി കൊണ്ടുപോകുന്ന കാര്യമുണ്ട്. ആ പേര് കൊണ്ടുപോയി സിജോ ചേട്ടന്റെ കടയിൽ മാത്രമേ ഈ ചായക്കടയായിട്ടുള്ളൂ, ബാക്കിയെല്ലാം അടച്ചുപോയി. കാരണം അല്ലേ, പ്രത്യേകത. സിജോ ചേട്ടൻ കാലങ്ങളൊക്കെ മുന്നേ സഞ്ചരിച്ചു മനുഷ്യനാ. ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ 3 പേരും കൂടി വന്നിട്ട് ഇവിടെ വന്നില്ലെന്ന് ഇവ കടടച്ചു പോവും. അപ്പൊ സിജോ ചേട്ടന് രാഷ്ട്രീയം ഇല്ല. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. അതെ, എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇതാണ് ഒരു നാടിന്റെ നന്മ. അപ്പൊ ചെറിയത്തെ കഫേയിൽ നിന്നാണ് ഇന്ന് തുടക്കം കുറിച്ചത്. കഫേയില് നല്ല ചൂടൻ പൂരിയുണ്ട്, പിന്നെ മസാല, ഇഡ്ലി വട, പുട്ട്, കടല. ആരൊക്കെയുള്ളു? വേറെ ആരാ ഹെൽപ്പ് ചെയ്യാൻ ആരുള്ളത്? ഒരാളുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പൊ മൊത്തം ആരെങ്കിലും ഇതിലേക്ക് പോവാണെങ്കിൽ ഓടി ഇങ്ങോട്ട് കയറിയേക്കാം അല്ലെ? രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണോ? അതെയോ എങ്ങനെയാ? ജോലിക്ക് പോകാനായിട്ട് വെറുതെ ഇരിക്കണം. ജോലിയില്ലേ? അത് പറ്റിയേ കൊറോണ അങ്ങനെ വയ്യണ്ടായി, പിന്നെ ഒന്നും പോയിട്ടില്ല. ഇവിടെ വന്നിങ്ങനെ രാവിലെ ഒക്കെ ഒന്ന് ഇടയ്ക്ക് ഒരു ചായ കഴിക്കും, ഇവിടെ വന്നിരിക്കൂലേ? അമ്പലത്തിൽ ചായ ചോദിക്കും. ശരി. എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിക ഈ പ്രാവശ്യം? ഈ നാട്ടികയില് ഈ മുകുന്ദന് സീറ്റ് കൊടുക്കണ്ടായിരുന്നു. അത് മുകുന്ദന് കൊടുക്കുന്ന സീറ്റാണത്. സീതാഗോപിക്കല്ല കൊടുക്കുന്നത്. ആള് BJP-യിലേക്ക് പോയി. BJP-ക്ക് പോയോ? അത് നല്ലതാണോ? ആ BJP പോയത് അവിടെ താല്പര്യം പോയി. പാർട്ടിയുടെ ആൾ ചോദിച്ചു, എന്താൾക്ക് സ്പീച്ച് കൊടുക്കുന്നു ചോദിച്ചു. പാർട്ടി ഒന്നും പറഞ്ഞില്ല.
പാർട്ടി നേരെ മറിച്ച് അത് ശരിയായില്ലെന്നാണ് പറഞ്ഞത്. അത് ശരിയായിട്ടില്ലെന്നാണ് പറയണത്. ശരിയല്ല. ശരിയല്ല. എങ്ങനെ നാട്ടിക വോട്ട് ചെയ്യാൻ പോറല്ലേ? എന്തായാലും കുഴപ്പമില്ല. നമസ്കാരം ചേട്ടാ, എന്നോട് ചോദിച്ചേക്കാം, സുഖാണോ? എങ്ങനെയാണ് നാട്ടികയുടെ ചൂട്? വലിയ ചൂട്, അന്തരീക്ഷത്തിലെ ചൂടാ കൂടുതൽ. രാഷ്ട്രീയ ചൂട് എങ്ങനെയാണ്? അത് വലിയ ചൂടൊന്നും എനിക്ക് തോന്നണില്ല. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു വലിയൊരു അല്ലേ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ CC മോഹൻ BJP-യിലേക്ക് മാറുന്നു, ഗീതാ ഗോപി വരുന്നു, സുനിൽ ലാലൂര് വരുന്നു. ആർക്കൊപ്പം ആവാനൊക്കെയാണ് സാധ്യത? എങ്ങനെയാണ് അത് ഇപ്പൊ ഞാനത് പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരു രാഷ്ട്രീയ നാടകത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഭവത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? പേഴ്സണലായിട്ട് ഇപ്പൊ ഇത് ആരെങ്കിലും കാണുന്നതും നമ്മളത് പറയുന്നില്ല. വോട്ട് ചെയ്യാൻ പോറല്ലേ? അത് തീർച്ചയായിട്ടും പോകും. എങ്ങനെയാണ് പത്രവിശേഷങ്ങളൊക്കെ? പാത്രങ്ങളൊക്കെ അടിപൊളിയാണ്. മൊത്തം വാർത്തകളാണ്. രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും? ഒരു 7:30 7:30. ഓട്ടം പോയോ? അതെയോ വന്നിരുന്നോ? വന്നിട്ടുള്ള കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ കുറേ ആവണം. അയ്യോ. അല്ല, ഇത് ഏതാ സംഭവം? ഇത് നമ്മൾ TCV ആണ്, ജനശബ്ദമാണ്. എങ്ങനെയാണ് നാട്ടിക നിയോജക മണ്ഡലം ഇപ്പം? ഇലക്ഷന്റെ കാര്യം പറയാണ്ടിരിക്കും ചേട്ടൻ നല്ലത്. എന്താ സംഭവം ഇപ്പോഴത്തെ അവസ്ഥ? ഒരു മാറ്റം വേണ്ടാണ്, പക്ഷെ മാറേണ്ട കാര്യം ബുദ്ധിമുട്ടാ. അതാണ് അഭിപ്രായം. എന്താണ് അഭിപ്രായം? പറഞ്ഞ പോലെ ഒരു മാറ്റം വേണം. മാറ്റി നോക്കുക. ഈ പറഞ്ഞ പോലെ 10-60 കൊല്ലം ആൾക്കാർ ഇന്നലെ വരെ വേറെ പാർട്ടി, ഇന്ന് വേറെ പാർട്ടി. അപ്പൊ ഇവരും തന്നെയല്ലേ ഇവർക്കും വരുന്നത്. അവരെ തന്നെ ഒരു കച്ചവടം പോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയം, ഒരു സുഖമില്ലാത്ത രാഷ്ട്രീയം. അത് ഏത് പാർട്ടി? 3 പാർട്ടിക്കാരും കണക്കാ. ടൈം തീരുമ്പോ വേറെ പാർട്ടിയിലേക്ക് പോവുക. ഞങ്ങളെപ്പോലുള്ള ഒരു മണ്ടന്മാര്, അത്രേ പറയുള്ളൂ. അവിടെ സീറ്റ് ഇട്ടില്ല ഇങ്ങോട്ട് മാറുക, ഇവിടെ സീറ്റ് ഇട്ടില്ല അങ്ങോട്ട് മാറുക. അതിനോട് ഇവിടുത്തെ നാട്ടികക്കാർക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഉൾക്കൊള്ളാൻ പറ്റില്ല, എളുപ്പമല്ല അത്. കാരണം ഇത്രയും കാലം നല്ലതെന്ന് പറഞ്ഞു തന്നിട്ട് സീറ്റ് കിട്ടാണ്ടാകുമ്പോൾ പെട്ടെന്ന് പാർട്ടി മാറുക, പിന്നെ പെട്ടെന്ന് ഒരാൾ ഓടി വരുമ്പോൾ ആ പാർട്ടിയിൽ സീറ്റ് കൊടുക്കുക. അത്രയും കാലം അവിടെ സീറ്റ് കിട്ടുന്ന മൗച്ച് നിന്നവരൊക്കെ വെറുതെ പൊട്ടന്മാരായി. ഈ ഇലക്ഷൻ എങ്ങനെ എത്തരത്തിലെ ഗുണമായിരിക്കോ ദോഷമായിരിക്കോ? ആർക്ക് അനുകൂലമായ ഒരു തരംഗത്തിലേക്ക് വരാനായിരിക്കും സാധ്യത? അപ്പോൾ അതായത് ഒരു മാറ്റം ആവശ്യമാണ്. എന്തായാലും ഓട്ടോറിക്ഷക്കാരെ കൊല്ലുണ്ട് ഞെക്കി. അപ്പൊ എന്തായാലും അപ്പൊ തീ പാറും. പ്രത്യേകിച്ച് ഇവിടെ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും വീട്ടിൽ നിന്ന്? 6:30 ഇറങ്ങും. 6:30 ഇറങ്ങും. എത്ര മണിയാകുമ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ തീരാൻ സാധ്യത? 1 മണിയാകുമ്പോഴേക്കും. സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടോ? സ്ഥിരമായിട്ട് എടുക്കുന്ന പ്രൈസ് ഒക്കെ വീഴാറുണ്ടോ? വീഴാറുണ്ട്. വീഴാറുണ്ടല്ലേ? എങ്ങനെയാണ് നമ്മുടെ നാട്ടികയിലെ ഈ പ്രാവശ്യത്തെ രാഷ്ട്രീയ ചൂട് എങ്ങനെയുണ്ട്? രാഷ്ട്രീയ ചൂട് ആകെ കൊളായിട്ട് കിടക്കണം. ശരിക്കും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ. ശരിക്കും ആരാണ് കോൺഗ്രസ് കയറും എന്ന് പറയുന്നുണ്ട്. പിന്നെ PC മോഹൻ ഇങ്ങനെ ആയ കാരണം അതൊരു പ്രശ്നം, ആകെ വിഷയമാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഇലക്ഷൻ കഴിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ നാട്ടിക ചൂട് പിടിക്കുമോ? ചൂട് പിടിക്കും. ഈ പ്രാവശ്യം എങ്ങനെയാണ് അവസ്ഥകളൊക്കെ? ഒന്നുമില്ല, ഗീതാ ഗോപി ജയിക്കും ഇവിടെ. ഇത്രേ ഉള്ളൂ. ഗീതാ ഗോപി ജയിക്കും. ഈ CC മോഹൻ മാറിയതുമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ലെന്നാണ് പറഞ്ഞത്. ഒരു പ്രശ്നമില്ല. CC മോഹൻ മാറിയോണ്ട് ഒരു കുഴപ്പമില്ല ഇവിടെ. ഗീതാ ഗോപി പുഷ്പം പോലെ ജയിക്കും ഇവിടെ. എങ്ങനെയാണ് നമ്മുടെ നാട്ടികയിലെ രാഷ്ട്രീയ ചൂട്? നാട്ടികയില് ഇവിടെ ഇടതുപക്ഷമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇക്കുറി സുനിൽ ലാലൂരിന് 99% ചാൻസ് ഉണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഇവിടെ നടന്ന രാഷ്ട്രീയത്തിന്റെ ഒരു നാടകങ്ങളൊക്കെ ആണോ അനുകൂലമാകുന്നതാണോ പറഞ്ഞത്? മാത്രല്ല, മൊത്തത്തിലൊരു ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡില് സുനിൽ ലാലൂര് ഇവിടുന്ന് വിജയിച്ച് കയറും. അങ്ങനെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സീറ്റാണിത്. അതിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മുൻ MLA BJP-യിലേക്ക് പോയി. പിന്നെ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ആയിട്ട് നിൽക്കുന്നത് 10 വർഷം ഇവിടെ ഭരിച്ചിട്ടുള്ള ഒരാളാണ്. ആളത്രയുണ്ട് ജനങ്ങൾക്കാണ് തൃപ്തിയല്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു സുനിൽ ലാലൂരിന് ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ ചില ഇടതുപക്ഷം ജയിക്കാൻ തന്നെ ചാൻസ്. അതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ സുനിൽ ലാലൂര് തന്നെ വിജയിക്കുള്ളൂ ഇപ്രാവശ്യം. ഒരു സ്ട്രോങ് മത്സരം സാധ്യതയുണ്ടോ? 3 മുന്നണി എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ ത്രികോണ മത്സരം നടക്കും. പ്രാവശ്യം നടക്കും, അതിലൊരു സംശയമില്ല. നാട്ടിക ഇതുവരെയുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ ചിത്രമൊന്നും അല്ല ഈ കുറി. പുള്ളി ആദ്യത്തെ MLA ഒരു നിഷ്പക്ഷമായി ഇപ്പം നിൽക്കുന്ന ഒരാൾ. അയാൾ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷെ അയാളുടെ സാഹചര്യം കൊണ്ട് അയാൾക്ക് പാർട്ടി വിട്ട് പോകേണ്ട വന്നു. അപ്പോൾ അയാൾ കുറച്ച് വോട്ട് കവർ ചെയ്യും. ഇവർ രണ്ടും പറയണം 3 പേർക്കും സാധ്യത ഉണ്ടെന്ന് പറയണേ. ഇവിടെ ആർക്കാ സാധ്യത? ഇവിടെ ഗീതാ ഗോപി ജയിക്കുള്ളൂ. സാധ്യതയുണ്ട്. വല്ല ലോട്ടറി ഇന്നലെ വല്ല അടിച്ചോ? ഇന്നലെ ഒന്നും അടിച്ചില്ല. ഇന്ന് പ്രതീക്ഷയാണ്. ഇന്ന് പ്രതീക്ഷ തന്നെ. അങ്ങനെ ചേട്ടാ ഒരു 7 മാസത്തിന് ശേഷം ഒരു 1000 രൂപ അടിച്ചു. ഇപ്പോൾ അതിന് മാറ്റം കൊണ്ട് കൊടുത്തുള്ളൂ. മാറ്റാൻ കൊണ്ടിരിക്കും. അപ്പൊ മാറ്റാൻ വേണ്ടി ഇപ്പൊ ചെലവുണ്ട് എല്ലാവർക്കും.
അത് അല്ലെങ്കിൽ ചെലവാണല്ലോ. ചെലവ് മാത്രമല്ല ഉള്ളൂ നമുക്ക്, വേറെ ചെലവൊന്നുമില്ല. വരവ് കുറവ് ചെലവ് കൂടുതൽ. എങ്ങനെയാണ് നാട്ടികയുടെ ചൂട്? നാട്ടുകാരുടെ ചൂട്, രാഷ്ട്രീയ ചൂട് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കണം. പ്രവചനാതീതമാണ്. ഒരു ചൊവ്വില്ല, പ്രസ്ഥാനങ്ങളൊന്നും ചൊവ്വിലുണ്ടാവും. എല്ലാവർക്കും എല്ലാ പ്രതീക്ഷകളുണ്ട്. എല്ലാവർക്കും ഉണ്ട് അവരവർക്ക് ഓരോ പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽക്കും എന്നുള്ള കാര്യത്തിലേ സംശയമുള്ളൂ. ഒന്നും പറയാനില്ല. എങ്ങനെയാണ് അവസ്ഥ? കുഴപ്പമില്ല, എന്ത് പോണ്. ഇപ്പൊ ആർക്കും തീർച്ചയായിട്ടും എങ്ങനെയാന്നുള്ള ഇനിയിപ്പോ അത് കഴിയുമ്പോഴേ പറയാൻ പറ്റാറുള്ളൂ. മൊത്തം ആകെ മൊത്തം ടൈറ്റ് അല്ലേ? ടൈറ്റാണ് ഇപ്രാവശ്യം. മൊത്തം സംശയമാണല്ലോ എങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരാളെ ജയിപ്പിച്ചു, ആള് പാർട്ടി മാറില്ല എന്നെന്താ ഉറപ്പ്? അവര് രാഷ്ട്രീയ അധികാരം വന്നു കഴിഞ്ഞാൽ അപ്പം മാറാണ്. അത് കാരണം ഒന്നും പറയാൻ പറ്റില്ല. ജനങ്ങൾ ചിലപ്പോ മാറി ചിന്തിക്കും. എവിടെ മരെന്ന് പറയാൻ പറ്റില്ല. നാട്ടിക ഈ പ്രാവശ്യം ചൂട് പിടിക്കില്ലേ? പിന്നെ തീർച്ചയായും പിടിക്കണം, നാട്ടിൽ പിടിക്കണം. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ? ഇപ്പോൾ ഇലക്ഷൻ്റെ ആയിട്ടുള്ള നല്ല പ്രോഗ്രസ് നടക്കുന്നുണ്ട്, നന്നായി നടക്കുന്നുണ്ട്. എല്ലാ പാർട്ടികളും പ്രയത്നിക്കുന്നുണ്ട്. താമര വിരിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം താമര വിരിയണം. ഇരിക്കണം. താമരയിലേക്ക് വന്നിരിക്കുന്ന ആള് അതറിയാം. അത് കുഴപ്പമില്ല, പക്ഷെ നമ്മൾക്ക് വികസനമുള്ള വേണ്ടത്, അതാണ് വേണ്ടത്. ഇതിവിടെ ഇല്ലാതെ അത് ഏത് തരത്തില് ജനം ചിന്തിക്കും? 4 കൊല്ലത്തോളം ആയിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ഇപ്പൊ ശരിയായുള്ളൂ. ഇവിടെ എല്ലാ പാർട്ടികളും സമരം ചെയ്തിട്ടുണ്ട്, ഒന്നും നടന്നില്ല. ഇപ്പൊ ഒന്ന് ഇതായിണ്ട്. അതുകൊണ്ട് 4 കൊല്ലം ഞങ്ങൾ അനുഭവിച്ച് കൂട്ടിയ വേദന, തണ്ടൽ വേദന, രോഗാവസ്ഥകള്, വണ്ടിയിലെ കംപ്ലൈന്റുകള്, ഓരോ വണ്ടിക്ക് ഞങ്ങൾ ചെലവിട്ട് കഴിഞ്ഞു. ഓരോ പിന്ന് പോയിട്ട്, ഫൗണ്ടേഷൻ പോയിട്ട്, അങ്ങനെ നരകിച്ചു ഞങ്ങൾ. അപ്പൊ എങ്ങനെയാണ് നാട്ടിക്ക് എങ്ങനെയാണ് ഈ പ്രാവശ്യം? നാട്ടിൽ ഇപ്രാവശ്യം ചൂട് പിടിച്ച ഇതിന് ഒരു ഇത് വരും എന്തായാലും, വരാണ്ടിരിക്കാൻ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ആർക്കൊപ്പം ആവാനായിരിക്കും ഞാൻ LDF നിൽക്കുള്ളൂ. കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് അറിയുന്ന ഒരു പാർട്ടിയാണത്, പ്രസ്ഥാനമാണ്. നമ്മളതിൽ പ്രവർത്തിച്ചിരുന്നു. പിന്നെ നമ്മള് കൂട്ടുകാരന്മാർ അവർ അങ്ങോട്ട് കൂടെ നിൽക്കുമ്പോൾ അവരൊക്കെ വാക്കിട്ട് നമ്മൾ ഒന്ന് ചാഞ്ചാടാൻ നോക്കി. പക്ഷെ ഞാൻ മനസ്സിലായി, 44 വയസ്സായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണക്കാരായ ജനങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടി തന്നെയുള്ള LDF തന്നെയുള്ള. അതിപ്പോൾ ഏതായിക്കോട്ടെ, I ആയിക്കോട്ടെ, M ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവരെ കൂട്ടിയിട്ട് നമ്മൾ നിൽക്കുള്ളൂ. ഐറ്റംസ് എന്തൊക്കെയാണ്? സ്പെഷ്യൽ എന്തൊക്കെയാണ്? അയിലച്ചമ്പാനുണ്ട്, ചൂരക്കണ്ണിയുണ്ട്, ചാളിയുണ്ട്, നല്ല തെരണ്ടി ഉണ്ട്. തെരണ്ടി എന്താ വില ഇപ്പൊ? 300 രൂപ കിലോ. 300. അപ്പൊ വില വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചെമ്മീനൊക്കെ എങ്ങനെയാ? ചെമ്മീൻ 250. അപ്പൊ നല്ല ഫ്രഷ് മീനുകളാണ് കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ നാട്ടികയുടെ ചൂടൻ രാഷ്ട്രീയം? താല്പര്യമില്ല. അതിന്റെ പിന്നാലെ നടക്കാനുള്ള സമയമില്ല. നമ്മ പണിക്കോണം, കുറച്ച് കാലത്ത് വരുന്ന വൈകിട്ട് വിട്ടു അതിനായിട്ട് നടക്കാറില്ല. ഈ പ്രാവശ്യം വോട്ട് ചെയ്യും. ഈ പ്രാവശ്യം ചൂട് പിടിക്കുമോ? ചൂട് പിടിക്കണമല്ലോ, മൊത്തത്തിൽ ചൂട് പിടിക്കും. അപ്പോ തെരണ്ടി ഓരോ കഷ്ണം ഇങ്ങനെ മുറിച്ച് ഇതൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ നാട്ടികയുടെ ചൂട്? നല്ല ചൂടാ. രാഷ്ട്രീയ ചൂട് അതിനെ പറ്റി പറയണ്ട. ഒരു 3 മുന്നണികളും ശക്തമായ പോരാട്ടമായിരിക്കും. ഉറപ്പായിട്ടും. അപ്പൊ ഗംഭീര സെറ്റപ്പ് ആണ് കേട്ടോ. ഒരുവിധം എല്ലാ ഐറ്റംസുകളും വരും അല്ലേ? വൈകിട്ട് വരും. ഇപ്രാവശ്യം എങ്ങനെയാ? നല്ല ചൂടൻ ഇതാണോ? അതെ, ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഭരണമാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷ. ചെറിയ സംഭവം അല്ല, ചൂട് പിടിക്കും. അതെ. ആർക്കായിരിക്കും ഒരു മുൻതൂക്കമൊക്കെ? അതിപ്പോ ഡിപ്പെൻസ് അല്ലേ, അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല. നമസ്കാരമുണ്ട്. രാവിലെ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു അല്ലേ? അതെ, അവിടെ ചെയ്യും. എവിടെ സ്ഥലം? എവിടെ? അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെ. എന്ത് ജോലി? എന്ത് ചെയ്യണേ? എങ്ങനെയാണ് നാട്ടികയിലെ ചൂട്? നാട്ടിക നല്ല ചൂടാണ്. രാഷ്ട്രീയ ചൂട് ഇടതുപക്ഷത്തിന് ചായമാണ്. 100% ഇടതുപക്ഷത്തിനാ. അതങ്ങനെ അതിന്റെ ഒരു നാട്ടുകാർ കടുപ്പ്. എങ്ങനെയുണ്ട് നാട്ടികയില് രാഷ്ട്രീയ ചൂട് ഈ പ്രാവശ്യം എങ്ങനെയുണ്ട്? ആർക്കാണ്? എങ്ങനെയാണ്? നല്ല സ്ട്രോങ് ആണോ 3 മുന്നണി? അവര് ഇതാക്കട്ടെ, നമുക്ക് നേരമില്ല. അവര് പണിയെടുക്കട്ടെ, ആരെങ്കിലും ഒരാൾ ജയിക്കും, അത്രേ ഉള്ളൂ. വോട്ട് ചെയ്യാൻ പോറല്ലേ? വോട്ട് ചെയ്യാൻ പോറുണ്ട്. ഈ ചായക്കടയിൽ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് ചർച്ചയൊക്കെ ഉണ്ടാവാറുണ്ടോ? അതിവിടെ രാഷ്ട്രീയം ഇവിടെ പാടില്ല. രാഷ്ട്രീയം ഇവിടെ പാടില്ല. പക്ഷെ ഞങ്ങള് രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി വന്നാട്ടോ. എന്തായാലും രാഷ്ട്രീയം പാടില്ലെന്ന് പറയണം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമസ്കാരമുണ്ട്. എങ്ങനെയാണ് നാട്ടികയുടെ? നാട്ടിക ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ LDF തന്നെയാണ് കൂടുതൽ സാധ്യത. ട്രെൻഡ് അങ്ങനെയാണ്.
ഒരു ആളുകൾ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും, പിന്നെ അതേപോലെ തന്നെ പെൻഷൻ, അതേപോലെ തന്നെ സ്കൂള്, ആരോഗ്യ രംഗങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നില്ല. ഇതിന് മുമ്പത്തെ അവസ്ഥയും ഇതും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ വിലയിരുത്തി നോക്കുമ്പോൾ തീർച്ചയായിട്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് LDF തന്നെ സാധ്യത. നാട്ടികയിലെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നല്ല ചൂട് പിടിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നാട്ടിലെ അവസ്ഥ? ഇവിടെ അടുത്ത വർഷം ജയിക്കുള്ളൂ സാധ്യത കാണുന്നത്. ഇവിടെ ഈ CC മൂന്നും മാറിയൊന്നും മറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അതൊന്നും ബാധിക്കില്ല. കട്ട കുറച്ചതാണ്. അപ്പൊ എങ്ങനെയാണ് നാട്ടികയിലെ രാഷ്ട്രീയത്തിന്റെ ചൂടൊക്കെ ഈ പ്രാവശ്യം എങ്ങനെയാണ്? രാഷ്ട്രീയം നല്ല ചൂടിലല്ലേ നടക്കുന്നത്. നമ്മുടെ BJP ജയിക്കും, ജയിക്കണം, BJP ജയിക്കണം. ഒരു തീവാർന്ന പോരാട്ടമായിരിക്കും. നല്ല പോരാട്ടമാണ് നടക്കുന്നത്. ചേട്ടാ നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഉഷാറാണോ? ഇത് എവിടെ പച്ചക്കറികളൊക്കെ എവിടെ നിന്ന് വരണേ? തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എത്ര മണിക്ക് തുറക്കും? രാവിലെ 7 മണിക്ക് തുറക്കും. രാവിലത്തെ ആ ഒരു തിരക്കിന്റെ സമയമാണ് ഇപ്പൊ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ നാട്ടിക? ചേച്ചി പറഞ്ഞു BJP വരും എന്നൊക്കെ പറഞ്ഞത്. രാഷ്ട്രീയത്തിന്റെ പിടിപാടില്ല. ചൂടനാണോ? മൂന്ന് മുന്നണിയും ചൂടൻ ഇതാണോ? അതൊന്നും ഞാനതിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാറില്ല. വോട്ട് ചെയ്യാൻ പോരല്ലേ? വോട്ട് ചെയ്യും, പോകാൻ അങ്ങോട്ട് പോരാന്നല്ലാണ്ട് മാത്രമാണ്. കണ്ണടച്ച് കുത്താന്നുള്ളൂ. അല്ലാണ്ട് നമ്മള് ഒരു ജയിക്കുന്ന പാർട്ടി ആരാണ് അവർ കൂടെ നടക്കും. എങ്ങനെയുണ്ട് കച്ചവടം? ഉഷാറല്ലേ? എങ്ങനെയുണ്ട് വിശേഷങ്ങള്? എങ്ങനെയാണ് ഫ്രൂട്ട്സ് ഒക്കെ വില കൂടിയോ കുറഞ്ഞോ? ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കണം. പറയണമെന്നില്ല. ആപ്പിൾ എങ്ങനെയാ വില? ആപ്പിള് 250. 250. ചെറിയ വിലയല്ല. എങ്ങനെയാണ് നാട്ടികയുടെ ചൂട്? എങ്ങനെയാണ് രാഷ്ട്രീയ ചൂട്? അങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല കാര്യമായിട്ടൊന്നും. ആർക്കായിരിക്കും ഒരു സാധ്യതയൊക്കെ? അത് പറയാൻ എളുപ്പമല്ല, ഒന്നും പറയാൻ പറ്റില്ല. ഓണർ അവിടെ പച്ചക്കറി കട, ഇവിടെ ഫ്രൂട്ട്സ് കട അല്ലേ? ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? തൃശ്ശൂർ നിന്നാണോ? മാർക്കറ്റിൽ ഡെയിലി വരും. നിങ്ങൾ രാവിലെ പോയിട്ട്? ഇല്ല, നമ്മ ഓർഡർ വൈകിട്ട് കൊടുക്കും. രാവിലെ സാധനം ഒക്കെ എത്തിയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഇവിടത്തെ ഈ ഒരു നാട്ടിക തീ പാറുവോ? നാട്ടിൽ ഇപ്പൊ എങ്ങനെയെന്ന് അറിയില്ല. ഇപ്പോഴത്തെ എങ്ങനെ ഇപ്രാവശ്യത്തെ ചേഞ്ച് എപ്പോഴും ഒരു അത്യാവശ്യമാണ്. മാറി വരണം, നല്ല നമുക്കൊരു കാര്യം ഉണ്ടാവുള്ളൂ. മൂന്ന് മുന്നണിയും നല്ല കുഴപ്പമില്ല, നല്ല പ്രവർത്തനമൊക്കെ അടിപൊളിയുണ്ടാവുന്നുണ്ട്. ഇപ്രാവശ്യം എങ്ങനെ അറിയില്ല. ഉഷാറാന്ന് വിചാരിക്കുക എത്ര ഉള്ളൂ. നാട്ടിക സംഭവം നാട്ടിയോട്ടുണ്ടല്ല, നാട്ടിയോടെ തന്നെ ഉണ്ട്. നാട്ടിക ആരെടുക്കും? എനിക്ക് ചാൻസ് കാണുന്നത്. മറ്റാള് സ്ഥാനത്തുള്ളപ്പോ അങ്ങോട്ട് മാറിയല്ലേ, സീറ്റ് കൊടുത്തുള്ളപ്പോ അങ്ങോട്ട് മാറിയാണ്. അതുകൊണ്ട് ജനങ്ങൾ സ്വീകരിക്കണം തോന്നുന്നുണ്ട. ഗീതാപിക്കും ചാൻസ് കാണുന്നത്. ഇനി പറയാൻ പറ്റില്ല, ട്രെൻഡ് എങ്ങനെയുള്ള ഒന്നും പറയാൻ പറ്റില്ല. ചൂടൻ ചർച്ചകളുടെ വേദിയാണ് നാട്ടിക. നാട്ടികയിൽ നല്ല ചൂടൻ ചായയും കിട്ടും, ചൂടൻ പരിപ്പൂടയും കിട്ടും, നല്ല ഉഴുന്നോടെ എല്ലാം കിട്ടും. പക്ഷെ നാട്ടികയുടെ മനസ്സ് ഈ കുറി എങ്ങോട്ട് എന്നതാണ് ജനം ഉറ്റുനോക്കുന്നത്. ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്, ആരുടെയൊന്നും പക്ഷം പിടിക്കുവാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലപ്രഖ്യാപനത്തിനുള്ള കാര്യം അങ്ങനെ ഒന്നുമല്ല. ഞങ്ങൾ ജനശബ്ദം, ജനങ്ങളുടെ ശബ്ദം ഒപ്പിയെടുത്ത് അത് ഞങ്ങൾ എത്തിക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉയർത്തുവാനോ താഴ്ത്തുവാനല്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ നിർത്തുന്നു. മറ്റൊരു മണ്ഡലത്തിൽ കണ്ടുമുട്ടാം. ജനശബ്ദം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട, തൃശൂർ, ആലപ്പുഴ.